ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 അതിൻ്റെ എപ്പിസോഡ് 11ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ പോർഷൻസും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതുപോലെ തന്നെ ഇന്നത്തെ പോർഷനും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നുണ്ടായിരുന്നത് ഉൽപ്പത്തി 41 മുതൽ 44 വരെയുള്ള അധ്യായങ്ങളും മത്തായി 11 അധ്യായവുമാണ്. അപ്പം എല്ലാവരും ബൈബിളൊക്കെ വായിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 1. പ്രഭാതത്തിന് ബൈബിളിൽ ഒരു പ്രാവശ്യം കാണുന്ന ഒരു പദം. നമ്മളിപ്പോ പറയുന്നതെല്ലാം ഈ പോർഷൻ ബേസ്ഡ് ആണ്. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ബൈബിളിൽ ഇത് ഒരുപാട് എടുത്ത് പറയുന്നില്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനല്ല, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. അതായത് പഴയ നിയമത്തിൽ നിന്ന് 5 അധ്യായവും അതേപോലെ 4 അധ്യായവും പുതിയ നിയമത്തിൽ നിന്ന് 1 അധ്യായത്തിൽ നിന്നുമായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ പോർഷൻ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്. ഇന്നത്തെ പോർഷൻ ഉൽപ്പത്തി 41 മുതൽ 44 വരെയും അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 11 അധ്യായത്തിൽ നിന്നുമാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ കൺഫ്യൂഷൻസ് വേണ്ട. ആ പോർഷനകത്തുനിന്ന് മാത്രമായിരിക്കും ഉത്തരം ഉണ്ടാവുക, ചോദ്യം ഉണ്ടാവുക. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: പ്രഭാതത്തിന് ബൈബിളിൽ ഒരു പ്രാവശ്യം കാണുന്ന ഒരു പദം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: മത്തായി 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സസ്യം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. മത്തായി 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സസ്യം. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം: ഒരു വ്യക്തിയുടെ ക്ഷേമത്തെ അന്വേഷിക്കുന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം എന്ത്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു വ്യക്തിയുടെ ക്ഷേമത്തെ അന്വേഷിക്കുന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദം എന്ത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ മകനെ എന്ന് വിളിച്ചിട്ടുണ്ട്. സഹോദരന്മാർ ആരെല്ലാം? ആര് ആരെ? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ മകനെ എന്ന് വിളിച്ചിട്ടുണ്ട്. സഹോദരന്മാർ ആരെല്ലാം? ആര് ആരെയാണ് അങ്ങനെ വിളിച്ചത്? ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അവസാനത്തെ ചോദ്യമാണ്: ഒരു വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4 രോഗികൾ ഏതെല്ലാം? ഓക്കെ, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ഒരു വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 4 രോഗികൾ ഏതെല്ലാം? അപ്പോൾ ഈ 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പോർഷൻ നന്നായിട്ട് വായിച്ചവർക്ക് ഇപ്പോഴേ ആൻസേഴ്സ് മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് വേഗം നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് നിങ്ങളുടെ ആൻസേഴ്സ് അയക്കേണ്ടത്. വേഗം അയക്കുന്നവർക്ക് പോയിന്റ്സ് കൂടുതലാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം. അതുകൊണ്ട് തന്നെ അധികം സമയം കളയാതെ പെട്ടെന്ന് നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചോളൂ. ഒരു പ്രാവശ്യം ഉത്തരം അയക്കാൻ പാടുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് അയക്കാൻ പാടില്ല, എഡിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ നിയമാവലിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ ഓർമ്മിച്ചിട്ട് വേണം നിങ്ങൾ ഉത്തരങ്ങൾ അയക്കാനും. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവർക്കും ഉത്തരം കറക്റ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നമുക്ക് ഉത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.